വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം വരുമ്പോൾ അവർ ഒരുമിച്ചാണ്. മമതയുടെ സഹായത്തോടു കൂടിയാണ് ബംഗാളിൽ BJP വളർന്നത്. അപ്പോൾ ഇതെല്ലാം ബംഗാളിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് മോഡിയുടെ അത്തരം വാചകവടിയൊന്നും ബംഗാളിൽ ചെലവാകാൻ പോകുന്നില്ല. കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ടത് ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്, മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നല്ല. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങനെ ചൂട് പിടിച്ചു വരുമ്പോൾ ജനറൽ സെക്രട്ടറി MA രവി അടക്കമുള്ള ആളുകൾ പ്രചാരണത്തിന് വേണ്ടി സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വൃന്ദക്കാരുടെ അടക്കമുള്ള ആളുകളുണ്ട്. നമുക്ക് ചോദിക്കാം, കോമ്രേഡ് എങ്ങനെയുണ്ട് ഇലക്ഷൻ? അഭൂതപൂർവമായ ആവേശത്തിലാണ് ചെറുപ്പക്കാരും മധ്യവയസ്കരും മുതിർന്നവരും തൊഴിലാളികളും ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും പെട്ടവർ ഇത്ര ആവേശത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമീപകാലത്തൊന്നും അണിനിരക്കുന്നതായി കണ്ടിട്ടില്ല. ഇടതുപക്ഷത്തിന് വലിയൊരു മുന്നേറ്റം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഉണ്ടാവും എന്നാണ് ഈ ആവേശം വ്യക്തമാക്കുന്നത്. വലിയ പോരാട്ടമാണ്. ഒരു വർഷത്തെ SIR, വനിതാ സംവരണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് എങ്ങനെയായിരിക്കും അതിജീവിക്കാൻ പോകുന്നത്? അല്ല, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ബഹുജനങ്ങളുടെ ഇച്ഛാശക്തി ഈ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കും. BJPയും അതുപോലെ തന്നെ ഇവിടുത്തെ തൃണമൂലും ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് മടുത്തു. അതുകൊണ്ട് ബദൽ എന്ന നിലയിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കാൻ ബംഗാളിലെ വീരജനത മുന്നോട്ട് വരികയാണ്. എത്ര സീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ? എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടുള്ള വമ്പിച്ച ഒരു മുന്നേറ്റം ഈ ജനങ്ങളുടെ വികാരം മുഴുവൻ വോട്ടുകളായി പരിണമിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലുണ്ടാവും. ഈ ആദ്യഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആ റെക്കോർഡ് പോളിംഗ് നമ്മൾ ഗുണം ചെയ്യുമെന്ന് CPM ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നിശ്ചയമായും ഈ ജനവിരുദ്ധ തൃണമൂൽ ഭരണത്തെയും വർഗീയ BJP ആധിപത്യത്തെയും വെല്ലുവിളിക്കാനുള്ള മതനിരപേക്ഷ മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ബംഗാൾ ജനങ്ങളുടെ വമ്പിച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഒരു പ്രകടനമാണ് ഈ ഉയർന്ന പോളിംഗിൽ കാണാൻ കഴിയും. അമിത്ഷായും പ്രധാനമന്ത്രിയൊക്കെ പ്രധാനമായും ഉയർന്നൊരു വാദമുണ്ട്. അതായത് പ്രതിപക്ഷത്തിന്റെ സിൻഡിക്കേറ്റ് ഭരണം അവസാനിപ്പിക്കും എന്നാണ്. അതായത് അവിടെ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യം, ഇവിടെ വരുമ്പോൾ സിൻഡിക്കേറ്റ് എന്ന തരത്തിലേക്ക് മാറുന്നു. അത്തരത്തിൽ എന്താണ് അതിനോടുള്ള പ്രതികരണം? അതിനോടുള്ള പ്രതികരണം, ഈ മമതാ ബാനർജി എന്ന് പറയുന്നത് BJPയുടെ സൃഷ്ടിയാണല്ലോ. വാജ്പേയി ഗവൺമെന്റിലെ റെയിൽവേ മന്ത്രിയായിരുന്നു മമതാ ബാനർജി. പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം വരുമ്പോൾ അവർ ഒരുമിച്ചാണ്. മമതയുടെ സഹായത്തോടു കൂടിയാണ് ബംഗാളിൽ BJP വളർന്നത്. അപ്പോൾ ഇതെല്ലാം ബംഗാളിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് മോഡിയുടെ അത്തരം വാചകവടിയൊന്നും ബംഗാളിൽ ചെലവാകാൻ പോകുന്നില്ല. ഈ സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി തന്നെ നിങ്ങളും ഉയർത്തുന്നുണ്ടോ? സ്ത്രീ സുരക്ഷ, മറ്റേ KG ഘർ മെഡിക്കൽ കോളേജിലുണ്ടായ അതിദാരുണമായ സംഭവം, ആ സംഭവത്തെ തുടർന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് സ്വയംഭൂവായിട്ടുണ്ടായ ബഹുജന പ്രക്ഷോഭത്തിൽ ഒപ്പം അണിനിരുന്നത് CPIM-ഉം ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷനും അത്തരം സംഘടനകളുമായിരുന്നു. അത് ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. 90 ലക്ഷം വോട്ടുകളാണ് SIR വഴി വെട്ടിക്കാണുന്നത്. അതിൻ്റെ ഒരു ആശങ്കയുണ്ടോ പ്രതിപക്ഷത്തിൽ? ഇല്ല, ഭരണഘടനയെ ചിത്രീകരിക്കുന്നതിൽ പങ്കെടുത്ത നന്ദലാൽ ബോസ് എന്ന ലോകപ്രശസ്ത ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിക്കും ഭാര്യയ്ക്കും പോലും വോട്ട് ചെയ്യാൻ ക്ലേശിക്കേണ്ടി വന്നു. അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ആ പ്രശ്നം ഏറ്റവും ഗൗരവമായി ഏറ്റെടുത്തത് CPIM-ഉം ഇടതുമുന്നണിയുമാണ്. ബംഗാളിലെ മണ്ണ് നിൽക്കുമ്പോൾ കേരളത്തിലെ ഇലക്ഷനെ കുറിച്ച് 2 വാക്ക് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ അവസാനത്തിൽ? ഒരുപാട് പറഞ്ഞതല്ലേ. ഓക്കെ, 3ാം ടേമിൽ വീണ്ടും LDF ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വരും എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്നത്. ഒരു മുഖ്യമന്ത്രി ചർച്ച എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ടത് ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്, മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നല്ല. ഒരു നമ്പർ പറയാൻ കഴിയുമോ? പശ്ചിമ ബംഗാളിലെ നമ്പർ എത്ര സീറ്റുകൾ വിജയിക്കുമെന്ന് നമ്പർ പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരിക്കാൻ ഉറച്ച ഭൂരിപക്ഷം കേരളത്തിലുണ്ടാവും. പശ്ചിമ ബംഗാളിൽ ഒരു കണക്ക്, പശ്ചിമ ബംഗാളിൽ എത്ര സീറ്റ് നമുക്ക് ജയിക്കും? പശ്ചിമ ബംഗാളിൽ എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം ഇടതുമുന്നണിക്ക് ഉണ്ട്. അത് യഥാർത്ഥ ബദൽ ഇടതുമുന്നണിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മുന്നേറ്റം ബംഗാളിലുണ്ടാവും. അവസാന ക്വസ്റ്റ്യൻ കൂടി, ഈ കഴിഞ്ഞ തവണ കോൺഗ്രസും CPM ഒരുമിച്ചാണ് മത്സരിച്ച്, ഇത്തവണ വെവ്വേറെയാണ് മത്സരിക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ അതെന്തെങ്കിലും തിരിച്ചടി, അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തലുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ തനിമ CPI-ML പോലെയുള്ള മുമ്പ് ലെഫ്റ്റനന്റുമായി സഹകരിക്കാതിരുന്ന ഇടതുപക്ഷ ശക്തികൾ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നേറ്റം, അതിൽ ഒരു ആവേശം ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസുമായി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോലുള്ള നീക്കുപോക്ക് ഇത്തവണ ഇല്ലാതെ പോയതുകൊണ്ട് ഒരു ദോഷവുമില്ല. മറിച്ച് ഒരു ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ ആവേശബോധമാണ് ജനങ്ങളെ നയിക്കുന്നത്.
വലിയ ആത്മവിശ്വാസമാണ് എം.എ. ബേബിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം പങ്കുവയ്ക്കുന്നത്. വലിയ വിജയം അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ CPM-നും അതോടൊപ്പം ഇടതുപക്ഷത്തിനും കഴിയും എന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പെരാമ്പറയ്ക്കൊപ്പം നോബൽ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ കൊൽക്കത്ത.